മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുമ്പോൾ വമ്പൻ മാറ്റത്തിനൊരുങ്ങുകയാണ് പാലാരിവട്ടം ജംഗ്ഷൻ. മെട്രോ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പാലാരിവട്ടം ജംഗ്ഷൻ അടിമുടി മാറുമെന്ന് അധികൃതർ പറയുന്നു. ജംഗ്ഷന്റെ മുഖമായ റൗണ്ട് ഉൾപ്പെടെ മാറും. റൗണ്ടിന് സമീപത്താവും 77 മീറ്റർ നീളമുള്ള പുതിയ സ്റ്റേഷൻ. ഇവിടെ നിന്ന് കലൂരിലേക്കുള്ള വഴിയിലെ പല കെട്ടിടങ്ങളും പൊളിച്ചു. ഇവിടെ പുതിയ കെട്ടിടങ്ങൾ ഉയരും. റൗണ്ട് മാറ്റുന്നതിന് പിന്നാലെ ഇവിടെ ബെൽമൌത്ത് സജ്ജീകരണം ഏർപ്പെടുത്തും. പാലാരിവട്ടം ജംഗ്ഷൻ മുതൽ കാക്കനാട് വരെ 4 വരി പാതയാകും. 2.5 മീറ്റർ മീഡിയനും ഇരുവശത്തും 7.5 മീറ്റർ വീതിയിൽ റോഡും 2 മീറ്റർ വീതിയിൽ ഫുട്പാത്തും സജ്ജമാക്കും. പാലാരിവട്ടം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ്, ഓട്ടോ സ്റ്റാൻഡ് എന്നിവ സംബന്ധിച്ച് ഗതാഗത വകുപ്പുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തും. പാലാരിവട്ടത്ത് നിന്ന് കലൂരിലേക്കുള്ള ഭാഗത്ത് ഫെഡറൽ ബാങ്ക് ക്വാർട്ടേഴ്സിന് സമീപത്തെ കുരിശുപള്ളി പൊളിച്ചു നീക്കും. ഇതിന് എതിർവശത്തുള്ള പള്ളിയിലേക്ക് കയറുന്ന നടകളിൽ കുറെ എണ്ണവും പൊളിക്കേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. പ്രധാന പാതയുടെ വീതി കൂട്ടുമെങ്കിലും തമ്മനം വൈറ്റില പാതയ്ക്കും മറ്റ് ഇടറോഡുകൾക്കും മാറ്റമുണ്ടാവില്ല. ഷബൂർ പല്ലോഞ്ചി ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള അഫ്കോൺസിനാണ് മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ ചുമതല. അതേസമയം തലസ്ഥാനവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ അന്തിമ അലൈൻമെന്റ് ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നാണ് റിപ്പോർട്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതിനകം നിരവധി അലൈൻമെന്റ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ കയ്യിലുണ്ട്. അതെല്ലാം പൂർണ്ണമായും സാങ്കേതിക അടിസ്ഥാനത്തിലാണ്. സർക്കാർ അവയെല്ലാം വിശകലനം ചെയ്ത് ഏറ്റവും യോജിക്കുന്നത് തിരഞ്ഞെടുക്കും. അത് ഈ മാസം അവസാനത്തോടെ ഉണ്ടാവുമെന്നാണ് കരുതുന്നതെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അലൈൻമെന്റ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പദ്ധതിയെ സംബന്ധിച്ച് KMRL വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി അയക്കും. ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പദ്ധതി നിർവഹണ ഏജൻസി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഇതിന് 1 മാസത്തോളം എടുക്കും. തുടർന്നായിരിക്കും കേന്ദ്രത്തിന് സമർപ്പിക്കുക. ടെക്നോ പാർക്കിനടുത്ത് കഴക്കൂട്ടത്തു നിന്ന് ആരംഭിച്ച കിഴക്കേക്കോട്ട വരെ പോകുന്ന അലൈൻമെന്റാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ താൽപര്യമെടുക്കുന്നത്. മറ്റ് അലൈൻമെന്റുകളും പരിഗണിക്കുന്നുണ്ട്. കോഴിക്കോട് മെട്രോയ്ക്കുള്ള വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ഇതിനകം തന്നെ KMRL തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തുടക്കത്തിൽ ആലോചിച്ചിരുന്നുവെങ്കിലും പിന്നീട് മെട്രോ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തിന് മുൻഗണനയുണ്ടെന്നും ബെഹ്റ സൂചന നൽകി. തലസ്ഥാനത്ത് പീക്ക് അവർ പീക്ക് ഡയറക്ഷൻ ട്രാഫിക് 15,000-ൽ കൂടുതലാണ്. എന്നാൽ കോഴിക്കോട്ട് ഇത് അല്പം കുറവാണ്. കോഴിക്കോടിന്റെ കാര്യത്തിൽ സമഗ്ര മൊബിലിറ്റി പ്ലാനും മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കോറിഡോറും ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും KMRL റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും ബെഹ്റ വ്യക്തമാക്കി. മെട്രോ സ്ഥാപിക്കാൻ ലൈറ്റ് മെട്രോയേക്കാൾ ചിലവ് കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുടെ ചിലവ് 20-20-60 അനുപാതത്തിലാവും പങ്കിടുക. 20% വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബാക്കിയുള്ളത് അംഗീകൃത ഏജൻസിയിൽ നിന്നുള്ള വായ്പാ വഴിയുമാണ് സംഘടിപ്പിക്കുന്നത്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ടെക്നോ പാർക്ക്, മെഡിക്കൽ കോളേജ്, വൈദ്യുതി ഭവൻ, സെക്രട്ടേറിയറ്റ്, നിയമസഭ, യൂണിവേഴ്സിറ്റി കോളേജ്, വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇപ്പോഴത്തെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സർവീസ് ഉപയോഗിക്കുമെന്നാണ് സാധ്യതാ പഠനത്തിലെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.